ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ്? സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുമാണ് 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഭാസ്കര 1. 1979 ജൂൺ 7 വിക്ഷേപിച്ച ഭാസ്കര 1 ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയായിരുന്നു ഭാസ്കര 1. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതായിരുന്നു? ഭാസ്കര 1 ആണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കൃത്രിമ ഉപഗ്രഹം ഏതാണ്? രോഹിണി. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം രോഹിണിയാണ്. രോഹിണി വിക്ഷേപിച്ചത് 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനമായ SLV-3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിക്ഷേപണ വാഹനമായ SLV-3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ്. ആപ്പിൾ വിക്ഷേപിച്ചത് 1981 ജൂൺ 19 ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമായ ആപ്പിൾ വിക്ഷേപിച്ചത് 1981 ജൂൺ 19 ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഏതായിരുന്നു? ഇൻസാറ്റ് 1A. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമായിരുന്നു ഇൻസാറ്റ് 1A. ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഇൻസാറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 2A. ഇൻസാറ്റ് 2A ഇന്ത്യ വിക്ഷേപിച്ചത് 1992 ജൂലൈ 10 ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശീയ ഉപഗ്രഹമായ ഇൻസാറ്റ് 2A വിക്ഷേപിച്ചത് 1992 ജൂലൈ 10 ഫ്രഞ്ച് ഗയാനയിലെ കൗറൂവിൽ നിന്നുമാണ്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനമാണ് GSLV. ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനമാണ് GSLV. ISRO ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് PSLV. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് PSLVയുടെ പൂർണ്ണരൂപം. ISRO ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ PSLV ആണ്. പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഓഷ്യൻ സാറ്റ് 1 വിക്ഷേപിച്ചത് 1996 മെയ് 26 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ്. സമുദ്ര പഠനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഓഷ്യൻ സാറ്റ് 1 ആണ്. കാലാവസ്ഥാ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെഡ്സാറ്റ് 1 ആണ്. മെഡ്സാറ്റ് 1 വിക്ഷേപിച്ചത് 2002 സെപ്റ്റംബർ 12 കാലാവസ്ഥാ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം മെഡ്സാറ്റ് 1 ആണ്. മെഡ്സാറ്റ് 1ൻ്റെ പേര് 2003 ഫെബ്രുവരി 5 കൽപ്പന 1 എന്ന് മാറ്റി. മെഡ്സാറ്റ് 1ൻ്റെ പേര് കൽപ്പന 1 എന്നാക്കി മാറ്റിയത് 2003 ഫെബ്രുവരി 5 ഇന്ത്യയുടെ ആദ്യ GSAT സീരീസ് ഉപഗ്രഹമായ GSAT 1 വിക്ഷേപിച്ചത് 2001 ഏപ്രിൽ 18 ഇന്ത്യയുടെ ആദ്യ GSAT സീരീസ് ഉപഗ്രഹമായ GSAT 1 വിക്ഷേപിച്ചത് 2001 ഏപ്രിൽ 18 പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്?
ജിസാറ്റ് 7. പൂർണ്ണമായും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ISRO നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ജിസാറ്റ് 7 ആണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഇന്ത്യ വിക്ഷേപിച്ച ഭൂസ്ഥിര ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. എഡ്യൂസാറ്റ് വിക്ഷേപിച്ച് 2004 സെപ്റ്റംബർ 20 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങൾ. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 11. ജിസാറ്റ് 11ൻ്റെ ഭാരം 5854 കിലോഗ്രാമാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 11 ആണ്. ഭാരം 5854 കിലോഗ്രാം. ആംഗ്രി ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 7A. ആംഗ്രി ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ജിസാറ്റ് 7A ആണ്. ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണ്? തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റി. ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയാണ്. 2022 ഒക്ടോബറിൽ 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ്? LVM-3. 2022 ഒക്ടോബറിൽ 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റ് LVM-3 ആണ്. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 11. വലിയ പക്ഷി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം ജിസാറ്റ് 11 ആണ്. ISRO കലാംസാറ്റ് V2 വിജയകരമായി വിക്ഷേപിച്ചത് 2019 ജനുവരി 24 ISRO കലാംസാറ്റ് V2 വിജയകരമായി വിക്ഷേപിച്ചതെന്നാണ് 2019 ജനുവരി 24. എന്താണ് ഈ കലാംസാറ്റ് V2വിൻ്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം ഏതാണ്? കലാംസാറ്റ് V2 ആണ്. ഇതിൻ്റെ ഭാരം 1.26 കിലോഗ്രാം ആണ്. 1.26 കിലോഗ്രാം മാത്രമാണ് കലാംസാറ്റ് V2വിൻ്റെ ഭാരം. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ഏതാണ്? ജുഗ്നു. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു ആണ്. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം നിലവിൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ്. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം നിലവിൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ്. ISRO നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്യാലലു, ബംഗളൂരു. ബംഗളൂരുവിലെ ബ്യാലലു എന്ന സ്ഥലത്താണ് ISRO നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C-37. ഒറ്റ വിക്ഷേപണത്തിൽ 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ വിക്ഷേപണ വാഹനം PSLV-C-37 ആണ്. ഇത് വിക്ഷേപിച്ചത് 2017 ഫെബ്രുവരി 15 ഒറ്റ വിക്ഷേപണത്തിൽ 31 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C-38. ഒറ്റ വിക്ഷേപണത്തിൽ 31 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ വിക്ഷേപണ വാഹനം PSLV-C-38 ആണ്. വിക്ഷേപിച്ചത് 2017 ജൂൺ 23 ISROയുടെ 100ാമത്തെ ദൗത്യം ഏതായിരുന്നു? PSLV-C-21. ഇത് വിക്ഷേപിച്ചത് 2012 സെപ്റ്റംബർ 9 ISROയുടെ 100ാമത്തെ ദൗത്യമായ PSLV-C-21 വിക്ഷേപിച്ചത് 2012 സെപ്റ്റംബർ 9 ISRO വിക്ഷേപിച്ച 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ്. ISRO വിക്ഷേപിച്ച 100ാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് 2F ആണ്. ഇത് വിക്ഷേപിച്ച 2018 ജനുവരി 12 ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? എക്സിഡ്സാറ്റ് 1. ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം എക്സിഡ്സാറ്റ് 1 ആണ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് ഏതാണ്? GSLV Mark 3 റോക്കറ്റ്. ഇന്ത്യയുടെ ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റ് GSLV Mark 3 റോക്കറ്റാണ്. ഇത് വിക്ഷേപിച്ചത് 2017 ജൂൺ 5 GSLV Mark 3 റോക്കറ്റ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഫാറ്റ് ബോയ്, ബാഹുബലി, ഒബീഡിയൻ ബോയ്. GSLV Mark 3 റോക്കറ്റ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഫാറ്റ് ബോയ്, ബാഹുബലി, ഒബീഡിയൻ ബോയ് എന്നീ പേരുകളിലാണ്.
ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹം ഏതാണ്? ഹൈസിസ്. ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹമാണ് ഹൈസിസ്. ഇത് വിക്ഷേപിച്ച 2018 നവംബർ 29 വിക്ഷേപണ വാഹനം PSLV-C-43 ആണ്. ഇന്ത്യയുടെ പ്രഥമ ഹൈസ്പെക്സ് ഉപഗ്രഹമായ ഹൈസിസ് വിക്ഷേപിച്ചത് 2018 നവംബർ 29 വിക്ഷേപണ വാഹനം PSLV-C-43. ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ടിംഗ് സെൻസിംഗ് ഉപഗ്രഹമാണ് റിസോർസാറ്റ്-1. ഇന്ത്യയുടെ അത്യാധുനിക റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? റിസോർസാറ്റ്-1 വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 17. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതായിരുന്നു? ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28 ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലിസ്കോപ്പായ ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28 ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ്. നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണ്? ആസ്ട്രോസാറ്റ്. നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിനോട് സാദൃശ്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ടെലിസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 5ാമത്. സ്വന്തമായി ബഹിരാകാശ ടെലിസ്കോപ്പ് വിക്ഷേപിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. ISRO PSLV-C-53 വിക്ഷേപിച്ചത് 2022 ജൂൺ 30 ISRO PSLV-C-53 വിക്ഷേപിച്ചത് 2022 ജൂൺ 30 2022 നവംബർ 26 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യം ഏതാണ്? PSLV-C-54. 2022 നവംബർ 26 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV-C-54. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് 1984 ഏപ്രിൽ 3 രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഏതാണ്? സോയുസ് T-11. രാകേഷ് ശർമ്മയെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം സോയുസ് T-11 ആണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ്? കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള ബഹിരാകാശത്ത് ആദ്യമായി പോയത് 1999 കൽപ്പന ചൗള ജനിച്ചത് ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ്. കൽപ്പന ചൗള ജനിച്ചത് ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്താണ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചൗളയാണ്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചൗളയാണ്. ഏത് സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചൗള മരണമടഞ്ഞത്? കൊളംബിയ. 2003 കൊളംബിയ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചൗള മരണമടഞ്ഞത്. ബഹിരാകാശ യാത്ര നടത്തിയ 2ാമത്തെ ഇന്ത്യൻ വംശജ ആരാണ്? സുനിത വില്യംസ്. ബഹിരാകാശ യാത്ര നടത്തിയ 2ാമത്തെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന 2ാമത്തെ വനിത ആരാണ്? സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന 2ാമത്തെ വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനാണുള്ളത്. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ പ്രധാന പ്രതിരോധ സേനകൾ ഏതൊക്കെയാണ്? കരസേന, നാവികസേന, വ്യോമസേന. ഇന്ത്യയിലെ പ്രധാന പ്രതിരോധ സേനകൾ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയാണ്. ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യൻ കര, നാവിക, വ്യോമ സേനകളുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം എന്താണ്? സേവ അസ്മകം ധർമ്മ. ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം സേവ അസ്മകം ധർമ്മ എന്നാണ്. നാവികസേനയുടെ ആപ്തവാക്യം ഷാനോ വരുണ എന്നും വ്യോമസേനയുടെ ആപ്തവാക്യം നഭസ്പർശം ദീപ്തം എന്നുമാണ്. ഇന്ത്യൻ കരസേനയുടെ ആപ്തവാക്യം സേവ അസ്മകം ധർമ്മ എന്നാണ്. നാവികസേനയുടെ ആപ്തവാക്യം ഷാനോ വരുണ എന്നാണ്. വ്യോമസേനയുടെ ആപ്തവാക്യം നഭസ്പർശം ദീപ്തം എന്നുമാണ്.
കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് എവിടെയാണുള്ളത്? കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂരിലാണ്. ഇന്ത്യൻ കരസേനയുടെ ആദ്യ ഇന്ത്യക്കാരനായ കമാൻഡർ ഇൻ ചീഫ് ആരാണ്? KM കരിയപ്പ. കിപ്പർ എന്നാണ് കരിയപ്പ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ കരസേനയുടെ ആദ്യ ഇന്ത്യക്കാരനായ കമാൻഡർ ഇൻ ചീഫായിരുന്നു KM കരിയപ്പ. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ്. കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ കരസേനയുടെ കമാൻഡ് സതേൺ കമാൻഡാണ്. കേരളം ഉൾപ്പെടുന്ന ഇന്ത്യൻ കരസേനയുടെ കമാൻഡ് സതേൺ കമാൻഡാണ്. ഇന്ത്യൻ ആർമിയുടെ പിതാവ് ആരാണ്? മേജർ സ്പിംഗർ ലോറൻസ്. ഇന്ത്യൻ കരസേനയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫായിരുന്നു ഇദ്ദേഹം. മേജർ സ്പിംഗർ ലോറൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. നാഷണൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ കരസേനാ കമാൻഡുകളുടെ എണ്ണം എത്രയാണ്? 7. ഇന്ത്യൻ കരസേനാ കമാൻഡുകളുടെ എണ്ണം 7 കരസേനയിലെ ആദ്യ ഫീൽഡ് മാർഷൽ സാം മനേക്ഷയാണ്. കരസേനയിലെ ആദ്യ ഫീൽഡ് മാർഷൽ ആരാണ്? സാം മനേക്ഷ. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഖടക്വാസല. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ആസ്ഥാനം ഖടക്വാസലയാണ്. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് വിജയാന്തയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് വിജയാന്തയാണ്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകളുടെ നിർമ്മാണം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ ആവടിയാണ്. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകളുടെ നിർമ്മാണം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലം ആവടി, തമിഴ്നാടാണ്. ഇന്ത്യൻ ആർമിയുടെ ഗാനം ഏതാണ്? മേരാ ഭാരത് മഹാൻ. ഇന്ത്യൻ ആർമിയുടെ ഗാനമാണ് മേരാ ഭാരത് മഹാൻ. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരാണ്? ഛത്രപതി ശിവജി. ഇന്ത്യൻ നാവികസേനയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഛത്രപതി ശിവജിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ തലവൻ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആയിരിക്കും. ഇന്ത്യൻ നാവികസേനയുടെ തലവൻ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫാണ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? അഡ്മിറൽ എഡ്വേർഡ് പാരി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് അഡ്മിറൽ എഡ്വേർഡ് പാരിയാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി. നിലവിൽ ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ നേവൽ എയർബേസ് ഏതാണ്? INS കൊഹസ. ഇത് ആൻഡമാൻ നിക്കോബാറിലാണ് നിലവിൽ വന്നത്. പേര് INS കൊഹസ എന്നാണ്. 2005 കേരളത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ്. കണ്ണൂർ ജില്ലയിലെ ഏഴിമല നാവിക അക്കാദമി 2005 കമ്മീഷൻ ചെയ്യപ്പെട്ടതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏഴിമല നാവിക അക്കാദമിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രം ഏതാണ്? ഏഴിമല നാവിക അക്കാദമി. ഏഴിമലയിലെ ബേസ് ഡിപ്പോഷിപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? INS സാമൂതിരി. ഏഴിമലയിലെ ബേസ് ഡിപ്പോഷിപ്പ് അറിയപ്പെടുന്ന പേര് INS സാമൂതിരി എന്നാണ്. ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 2009 ജനുവരി 8 മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ്. ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് 2009 ജനുവരി 8 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഏഴിമല നാവിക അക്കാദമിയുടെ ആപ്തവാക്യം എന്താണ്? വിദ്യായ അമൃതം അശ്നുതേ. ഏഴിമല നാവിക അക്കാദമിയുടെ ആപ്തവാക്യം വിദ്യായ അമൃതം അശ്നുതേ എന്നാണ്. നാവികസേനയുടെ കമാൻഡുകളുടെ എണ്ണം എത്രയാണ്? 3. നാവികസേനയ്ക്ക് 3 കമാൻഡുകളാണ് ഉള്ളത്. അത് സതേൺ നേവൽ കമാൻഡ്, ഈസ്റ്റേൺ നേവൽ കമാൻഡ്, വെസ്റ്റേൺ നേവൽ കമാൻഡ് എന്നിങ്ങനെയാണ്. ഇതിൽ സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണവും വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം മുംബൈയുമാണ്. ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണവും
വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം മുംബൈയുമാണ്. ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത ആദ്യ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്താണ്. ഒഴുകുന്ന മ്യൂസിയമായി സംരക്ഷിക്കാൻ പോകുന്ന വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിരാട്. ഒഴുകുന്ന മ്യൂസിയമായി സംരക്ഷിക്കാൻ പോകുന്ന വിമാനവാഹിനി കപ്പൽ INS വിരാടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ INS വിക്രമാദിത്യയാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. 2022 സെപ്റ്റംബർ 2 ഈ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ INS വിക്രാന്താണ്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കപ്പൽ ഏതാണ്? INS ബ്രഹ്മപുത്ര. കുതിക്കുന്ന കാണ്ടാമൃഗം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ കപ്പൽ INS ബ്രഹ്മപുത്രയാണ്. ലോക പര്യടനം നടത്തിയ ആദ്യ ഇന്ത്യൻ നേവി കപ്പൽ ഏതാണ്? INS തരങ്കിണി. ലോക പര്യടനം നടത്തിയ ആദ്യ ഇന്ത്യൻ നേവി കപ്പൽ INS തരങ്കിണിയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി INS ഷൽക്കിയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ അന്തർവാഹിനി INS ഷൽക്കിയാണ്. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ ആദ്യ മിസൈൽ വാഹക അന്തർവാഹിനി ഏതാണ്? INS സിന്ധുശാസ്ത്ര. ഇന്ത്യയുടെ ആദ്യ മിസൈൽ വാഹക അന്തർവാഹിനി INS സിന്ധുശാസ്ത്രയാണ്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ ഏതാണ്? INS സർവേഷക്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കപ്പൽ INS സർവേഷകാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈൽ ബോട്ട് ഏതാണ്? INS പ്രഹാർ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈൽ ബോട്ട് INS പ്രഹാറാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ബോട്ട് ഏതാണ്? INS വിഭൂതി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ബോട്ട് INS വിഭൂതിയാണ്. സാഗർ പരിക്രമയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കിയത് അഭിലാഷ് ടോമിയാണ്. മലയാളിയായ അഭിലാഷ് ടോമിയാണ് സാഗർ പരിക്രമയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കിയത്. 2018 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഏക ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് തുരിയ എന്നായിരുന്നു. 2018 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഏക ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അദ്ദേഹം അതിനുപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് തുരിയ എന്നായിരുന്നു. ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ ലോക പര്യടനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ ആരാണ്? അഭിലാഷ് ടോമി. ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ ലോക പര്യടനം പൂർത്തിയാക്കിയ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥൻ അഭിലാഷ് ടോമിയാണ്. പരിക്കിൽ നിന്നും മോചിതനായ ശേഷം 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരനാരാണ്? അഭിലാഷ് ടോമി. പരിക്കിൽ നിന്നും മോചിതനായ ശേഷം 2022 ഗോൾഡൻ ഗ്ലോബ് റേസിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. ഈ റേസിൽ അഭിലാഷ് ടോമി ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് ബയാനത്ത് എന്നായിരുന്നു. ഇന്ത്യൻ നേവിയിലെ 6 വനിതകൾ മാത്രമായി നടത്തിയ ആദ്യത്തെ ലോക പര്യടനമാണ് നാവിക സാഗർ പരിക്രമ. ഇന്ത്യൻ നേവിയിലെ 6 വനിതകൾ മാത്രമായി നടത്തിയ ആദ്യത്തെ ലോക പര്യടനമാണ് നാവിക സാഗർ പരിക്രമ. നാവിക സാഗർ പരിക്രമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കപ്പലാണ് INSV തരിണി. നാവിക സാഗർ പരിക്രമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കപ്പലിൻ്റെ പേരെന്താണ്? INSV തരിണി. ഇന്ത്യൻ വ്യോമസേനയുടെ തലവൻ ആരാണ്? ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫ്. ഇന്ത്യൻ വ്യോമസേനയുടെ തലവൻ ചീഫ് ഓഫ് ദി എയർ സ്റ്റാഫാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ മേധാവി ആരായിരുന്നു? എയർ മാർഷൽ സുബ്രതോ മുഖർജി. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ മേധാവി എയർ മാർഷൽ സുബ്രതോ മുഖർജി ആയിരുന്നു. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ആരാണ്? എയർ മാർഷൽ VR ചൗധരി. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി എയർ മാർഷൽ VR ചൗധരിയാണ്.
ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ എയർ മാർഷൽ ആരാണ്? പത്മാവതി ബന്ദോപാധ്യായ. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ എയർ മാർഷൽ പത്മാവതി ബന്ദോപാധ്യായയാണ്. 2022 ആഗസ്റ്റിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഉദാരശക്തി. 2022 ആഗസ്റ്റിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസമാണ് ഉദാരശക്തി. ഇന്ത്യയുടെ പൈലറ്റ് രഹിത വിമാനങ്ങളാണ് നിശാന്ത്, ലക്ഷ്യ, റസ്തം എന്നിവ. ഇന്ത്യയുടെ പൈലറ്റ് രഹിത വിമാനങ്ങളാണ് നിശാന്ത്, ലക്ഷ്യ, റസ്തം എന്നിവ. DRDO വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ലഘു വിമാനമാണ് നേത്ര. DRDO വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ലഘു വിമാനമാണ് നേത്ര. ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അഭ്യാസം നടത്തുന്ന ടീമാണ് സാരംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അഭ്യാസം നടത്തുന്ന ടീമാണ് സാരംഗ്. അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിഭാഗമാണ് സൂര്യകിരൺ ടീം. അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിഭാഗമാണ് സൂര്യകിരൺ ടീം. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇന്ത്യ റാഫേൽ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായിട്ടാണ്? ഫ്രാൻസ്. ഇന്ത്യ റാഫേൽ ഉടമ്പടി ഒപ്പുവെച്ചത് ഫ്രാൻസുമായിട്ടാണ്. റാഫേൽ വിമാനങ്ങൾ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലെ അംബാല. റാഫേൽ വിമാനങ്ങൾ പറന്നിറങ്ങിയ ഇന്ത്യൻ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ അംബാലയിലാണ്. റാഫേൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ശിവാംഗി സിംഗ്. റാഫേൽ യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ശിവാംഗി സിംഗ് ആണ്. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവനി ചതുർവേദി. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത അവനി ചതുർവേദിയാണ്. ഇന്ത്യൻ വ്യോമസേനാ കമാൻഡുകളുടെ എണ്ണം എത്രയാണ്? 7. ഇന്ത്യൻ വ്യോമസേനാ കമാൻഡുകളുടെ എണ്ണം 7 ആണ്. സദേൺ എയർ കമാൻഡ് അല്ലെങ്കിൽ ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം. സദേൺ എയർ കമാൻഡിൻ്റെ അല്ലെങ്കിൽ ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ആക്കുളമാണ്. ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം ഏതാണ്? തേജസ്. ആദ്യമായി അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് ആണ്. തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത ആരാണ്? PV സിന്ധു. തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത PV സിന്ധു ആണ്. ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ്? മിറാഷ് 2000-ഉം റാഫേലും. ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങളാണ് മിറാഷ് 2000-ഉം റാഫേലും. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ്? മിഗും സുഖോയ് 30-യും. ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ യുദ്ധവിമാനങ്ങളാണ് മിഗ്, സുഖോയ് 30 എന്നിവ. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. പൃഥ്വി, അഗ്നി എന്നീ മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമാണ്. പൃഥ്വി, അഗ്നി എന്നീ മിസൈലുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നും അതുപോലെ ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ ചാന്ദിപൂരിലെ വീലർ ദ്വീപ്. ഇതിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ ചാന്ദിപൂരിലാണ്. ചാന്ദിപൂരിലെ വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം. ഇപ്പോൾ വീലർ ദ്വീപ് അറിയപ്പെടുന്ന പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ച ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി മിസൈൽ സംവിധാനം ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. പീരങ്കി ഉപയോഗിച്ച ഭരണാധികാരി മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറാണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കി ഉപയോഗിച്ചത്
ബാബറാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വിയാണ്. ഇന്ത്യയുടെ ആദ്യ ഭൂതല മിസൈലാണ് പൃഥ്വി. ഇന്ത്യയുടെ ആദ്യ ഭൂതല മിസൈൽ ഏതാണ്? പൃഥ്വി. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇന്ത്യയുടെ ആദ്യ ഇൻ്റർമീഡിയറ്റ് ഭൂതല ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി. ഇന്ത്യയുടെ ആദ്യ ഇൻ്റർമീഡിയറ്റ് ഭൂതല ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി. ഭാവിയുടെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിസൈൽ ഏതാണ്? അസ്ത്ര. ഭാവിയുടെ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മിസൈൽ അസ്ത്രയാണ്. ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈൽ ഏതാണ്? മൈത്രി. ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈലാണ് മൈത്രി. 2022 ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും താർ മരുഭൂമിയിൽ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് ശത്രുനാശ്. 2022 ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും താർ മരുഭൂമിയിൽ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസത്തിൻ്റെ പേര് ശത്രുനാശ് എന്നാണ്. 2022 ആഗസ്റ്റിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ നടന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് വിൻബാക്സ് 2022. 2022 ആഗസ്റ്റിൽ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ നടന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസമാണ് വിൻബാക്സ് 2022. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗം ഏതാണ്? അസം റൈഫിൾസ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധസൈനിക വിഭാഗമാണ് അസം റൈഫിൾസ്. ഇത് സ്ഥാപിതമായത് 1835-ലാണ്. അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മേഘാലയയിലെ ഷില്ലോങ്. അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയിലെ ഷില്ലോങ് ആണ്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നിലവിൽ വന്നതെന്നാണ്? 1965 ഡിസംബർ 1. BSFൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. BSF നിലവിൽ വന്നത് 1965 ഡിസംബർ 1 ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗമാണ് CRPF. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാഗം CRPF ആണ്. CRPFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് CRPF ആണ്. ഇന്ത്യയിലെ പ്രധാന ആരാധനാലയങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് CRPF ആണ്. ഹോം ഗാർഡുകൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1946. ഹോം ഗാർഡുകൾ നിലവിൽ വന്ന വർഷം 1946 ആണ്. കരിമ്പൂച്ചകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കമാൻഡോ വിഭാഗമാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, അതായത് NSG. കരിമ്പൂച്ചകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക കമാൻഡോ വിഭാഗമാണ് NSG അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്. ടെറിട്ടോറിയൽ ആർമി ദിനം എന്നാണ്? ഒക്ടോബർ 9. ടെറിട്ടോറിയൽ ആർമി ദിനം ഒക്ടോബർ 9-നാണ്. ഇന്ത്യയിൽ തീരദേശ സംരക്ഷണ ചുമതല വഹിക്കുന്നത് കോസ്റ്റ് ഗാർഡാണ്. ഇന്ത്യയിൽ തീരദേശങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്നത് കോസ്റ്റ് ഗാർഡാണ്. 1978-ലാണ് ഈ കോസ്റ്റ് ഗാർഡാണ് കോസ്റ്റ് ഗാർഡ് നിലവിൽ വന്ന 1978-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച മലയാള സിനിമാ താരം ആരാണ്? മോഹൻലാൽ. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച മലയാള സിനിമാ താരം മോഹൻലാലാണ്. ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസിയാണ് റോ. ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസിയുടെ പേരെന്താണ്? റോ. നിലവിൽ വന്ന 1968-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന ഏജൻസി CBI ആണ്. CBIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്ന ഏജൻസി CBI ആണ്. CBIയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്ന എന്നാണ്? ജനുവരി 15. നാവികസേനാ ദിനം ഡിസംബർ 4-ഉം വ്യോമസേനാ ദിനം ഒക്ടോബർ 8-ഉമാണ്. ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 15-നും നാവികസേനാ ദിനം ഡിസംബർ 4-നും വ്യോമസേനാ ദിനം ഒക്ടോബർ 8-നുമാണ്. വിജയ് ദിവസം എന്നാണ്? ഡിസംബർ 16. വിജയ് ദിവസ്
ഡിസംബർ 16-നാണ്. കാർഗിൽ വിജയദിനം ജൂലൈ 26-നുമാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ദിനം എന്നാണ്? മാർച്ച് 3. ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ ദിനം മാർച്ച് 3-ആണ്. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4-മാണ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സ് ആണവ നിലയങ്ങളാണ്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സ് ആണവ നിലയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആണവ നിലയം ഏതാണ്? മഹാരാഷ്ട്രയിലെ താരാപൂർ. ഇന്ത്യയിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ആണവ നിലയം മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ്. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1969. താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ നിലവിൽ വന്നത് 1969-ലാണ്. തമിഴ്നാട്ടിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണ്? കൂടംകുളവും കൽപ്പാക്കവും. തമിഴ്നാട്ടിലെ പ്രധാന ആണവ നിലയങ്ങൾ കൂടംകുളവും കൽപ്പാക്കവുമാണ്. റാവത്ത് പട്ട അഥവാ കോട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. റാവത്ത് പട്ട അല്ലെങ്കിൽ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്ന ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്ത്. കക്രപ്പാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിൽ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. കൈഗ ആണവ നിലയത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? കാളി. കൈഗ ആണവ നിലയത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന നദി കാളിയാണ്. കൂടംകുളം പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യ. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ്. കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ യുറേനിയം 235. കൂടംകുളം ആണവ നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ്. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? തിരുനെൽവേലി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ഏതാണ്? റൂപ്പൂർ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് റൂപ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ജയ്ദാപൂർ. മഹാരാഷ്ട്രയിലെ ജയ്ദാപൂരിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റ് സ്ഥാപിതമാകുന്നത്. ജയ്ദാപൂർ ആണവ പ്ലാന്റ് സ്ഥാപിക്കാൻ സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് മഹാരാഷ്ട്രയിലെ ജയ്ദാപൂർ ആണവ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. 6 ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? അമേരിക്ക. 6 ആണവ വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് 1985 ഡിസംബർ 16-ന് കൽപ്പാക്കത്താണ്. ഇന്ത്യയുടെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ നിലവിൽ വന്നത് 1985 ഡിസംബർ 16-ന് കൽപ്പാക്കത്താണ്. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? പ്ലൂട്ടോണിയം യുറേനിയം മിശ്രിതം. ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്ലൂട്ടോണിയം യുറേനിയം മിശ്രിതമാണ്. ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 6ാമത്തെ. ഫാസ്റ്റ് ബ്രീഡർ ടെക്നോളജി ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത്. ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സരയാണ്. അപ്സര സ്ഥാപിതമായത് 1956 ഓഗസ്റ്റ് 4-നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ 1956 ആഗസ്റ്റ് 4-ന് സ്ഥാപിതമായ അപ്സരയാണ്. അപ്സര ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോംബെ. അപ്സര ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ട്രോംബെയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടറാണ് കാമിനി. 100 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആണവ റിയാക്ടർ ഏതാണ്? ധ്രുവ. മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ധ്രുവയാണ് 100 മെഗാവാട്ട് ശേഷിയുള്ള ഇന്ത്യയുടെ ആണവ റിയാക്ടർ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ഏതാണ്? ധ്രുവ.
ഇന്ത്യയുടെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ധ്രുവയാണ്. 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം ഏതാണ്? അമേരിക്ക. 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം അമേരിക്കയാണ്. 1979 3 മൈൽ ഐലൻഡ് ആണവ ദുരന്തം അമേരിക്കയിൽ നടന്നത്. ചെർണോബിൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം ഉക്രൈനാണ്. 1986 ഉക്രൈനിൽ ചെർണോബിൽ ഐലൻഡ് ആണവ ദുരന്തം നടന്നത്. ഫുക്കുഷിമ ആണവ ദുരന്തം ജപ്പാനിൽ നടന്നത് 2011 ഫുക്കുഷിമ ആണവ ദുരന്തം നടന്ന രാജ്യം ജപ്പാനാണ് 2011. ഹെവി വാട്ടർ ബോർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1969. ഹെവി വാട്ടർ ബോർഡ് നിലവിൽ വന്ന വർഷം 1969. ഹെവി വാട്ടർ ബോർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് NFC സ്ഥാപിതമായ വർഷം 1971. ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ കോംപ്ലക്സ് അഥവാ NFC സ്ഥാപിതമായ വർഷം 1971. ആസ്ഥാനം ഹൈദരാബാദാണ്. ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? നവി മുംബൈ. ബോർഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നോളജിയുടെ ആസ്ഥാനം നവി മുംബൈയാണ്. ഇത് സ്ഥാപിതമായ വർഷം 1989. ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആണവ സ്ഥാപനങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന സ്ഥാപനം ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1987. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1987. ആസ്ഥാനം മുംബൈയാണ്. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായതെന്നാണ്? 1967. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത് 1967. യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ജാർഖണ്ഡിലെ ജാദുഗുഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചത് എവിടെയാണ്? ജാർഖണ്ഡിലെ ജാദുഗുഡ. ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ആരംഭിച്ചത് ജാർഖണ്ഡിലെ ജാദുഗുഡയിലാണ്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1950. ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥാപിതമായത് 1950. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആദ്യ യൂണിറ്റായ റയർ എർത്ത് ഡിവിഷൻ സ്ഥാപിതമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? ആലുവ. ഇന്ത്യ റയർ എർത്ത് ലിമിറ്റഡിൻ്റെ ആദ്യ യൂണിറ്റായ റയർ എർത്ത് ഡിവിഷൻ സ്ഥാപിതമായ സ്ഥലം ആലുവയാണ്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1967. ആസ്ഥാനം ഹൈദരാബാദ്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1967. ആസ്ഥാനം ഹൈദരാബാദാണ്. ഇന്ത്യയുടെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതാണ്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തി. ഇന്ത്യയുടെ ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ലക്ഷദ്വീപിലെ കവരത്തിയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വൈദ്യുതിയിൽ അറ്റോമിക് പവർ സ്റ്റേഷൻ്റെ പങ്ക് എത്ര ശതമാനമാണ്? 3%. അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ വൈദ്യുതിയുടെ 3% ആണവ വൈദ്യുതിയാണ്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് 1957 ജൂലൈ 29. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് 1957 ജൂലൈ 29. ഇതിൻ്റെ ആസ്ഥാനം വിയന്നയാണ്. ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസാക്കിയതെന്നാണ്? 2010 ഓഗസ്റ്റ് 25. ആണവ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള നഷ്ടപരിഹാര ആക്ട് പാർലമെൻറ്റ് പാസാക്കിയത് 2010 ഓഗസ്റ്റ് 25. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നുമാണ്? ലാറ്റിൻ ഭാഷ. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? സിമോർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സിമോർ ക്രേ ആണ്.
ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? വിജയ് പി ഫഡ്കർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഫഡ്കർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്തായിരുന്നു? വാക്വം ട്യൂബ്. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ വാക്വം ട്യൂബായിരുന്നു. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്തായിരുന്നു? ട്രാൻസിസ്റ്റർ. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ ട്രാൻസിസ്റ്റർ ആയിരുന്നു. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റാണ് ഇൻപുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ്? 12. കമ്പ്യൂട്ടറിലെ കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം 12 ആണ്. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, ടച്ച് പാഡ്, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നിവ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ കീ. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ കീ ആണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ് മൗസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഉപകരണമാണ് മൗസ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ്. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് ഏംഗൽബർട്ട് ആണ്. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റാണ് മിക്കി. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റാണ് മിക്കി. മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? OMR. അതിൻ്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ്. മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് OMR. പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ്. വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡേറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർകോഡിംഗ്. വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡേറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർകോഡിംഗ്. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ എന്നിവ. പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, പ്ലോട്ടർ, സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ എന്നിവ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതാണ്? മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്ററാണ്. കമ്പ്യൂട്ടർ വഴി TV കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് TV ട്യൂണർ കാർഡ്. കമ്പ്യൂട്ടർ വഴി TV കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് TV ട്യൂണർ കാർഡ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് എന്താണ്? CPU. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന യൂണിറ്റ് CPU ആണ്. പ്രിൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹാർഡ് കോപ്പി എന്നാണ്. പ്രിൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി എന്ന പേരിലാണ്. പ്രിൻ്റ് ചെയ്യാത്ത ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ്. പ്രിൻ്റ് ചെയ്യാത്ത ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ്. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി ഏതാണ്? പ്രൈമറി മെമ്മറി. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ മെമ്മറി പ്രൈമറി മെമ്മറിയാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് RAM ആണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത് RAM ആണ്. കാണുവാനും സ്പർശിച്ചറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. കാണുവാനും സ്പർശിച്ചറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയറിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കീബോർഡ്, മോണിറ്റർ, മദർ ബോർഡ് എന്നിവയൊക്കെ ഹാർഡ്വെയറിന് ഉദാഹരണങ്ങളാണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഡിസംബർ 2. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2 ആണ്.
കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണ്? നവംബർ 30. കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30-നാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സമ്പ്രദായം. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി. ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ സംഖ്യകളാണ്? 1ഉം 0ഉം. ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് 1ഉം 0ഉമാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ബിറ്റാണ്. സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ. സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? മൈക്രോസോഫ്റ്റ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനം മൈക്രോസോഫ്റ്റ് ആണ്. പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളാണ് മാക്, വിൻഡോസ്, ലിനക്സ്, ഉബണ്ടു, യുനിക്സ് എന്നിവ. പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളാണ് മാക്, വിൻഡോസ്, ലിനക്സ്, ഉബണ്ടു, യുനിക്സ് എന്നിവ. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനും. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ബിൽ ഗേറ്റ്സും പോൾ അലനുമാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? 1985. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷം 1985 നിലവിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? വിൻഡോസ് 11. നിലവിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് വിൻഡോസ് 11 ആണ്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൊബൈൽ. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് മൊബൈൽ. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ്? ആൻഡ്രോയിഡ് 30. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ആൻഡ്രോയിഡ് 13. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റാൾമാനാണ്. ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഒരു സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? കോബോൾ. വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ. കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? ലോഗോ. കുട്ടികൾക്ക് വേണ്ടി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷയാണ് ലോഗോ. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകൾ അറിയപ്പെടുന്നത് ബഗ് എന്ന പേരിലാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളാണ് ബഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവാരാണ്? ജോൺ മക്കാർത്തി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മക്കാർത്തിയാണ്. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ലാൻ. ലാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മാൻ. പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം മാൻ. അതിൻ്റെ പൂർണ്ണരൂപം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. കീബോർഡ് കണ്ടുപിടിച്ച ആരാണ്? ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ഏതാണ്? 1982. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 1982 ആണ്. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വിൻഡ് സർഫ്. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് വിൻഡ് സർഫാണ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1995 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം 1995 ഓഗസ്റ്റ് 15 ആണ്. ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്, നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ്. ഇമെയിലിൻ്റെ പിതാവ് ആരാണ്? റേ ടോംലിൻസൺ. ഇമെയിലിൻ്റെ പിതാവ് റേ ടോംലിൻസൺ ആണ്. ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ. ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ. വൈഫൈയുടെ പിതാവ് ആരാണ്? വിക് ഹെയ്സ്. വൈഫൈയുടെ പിതാവ് വിക് ഹെയ്സ് ആണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡേറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ. വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡേറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ. വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി എന്നാണ്. ഇൻ്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ് യൂട്യൂബ്, യാഹൂ വീഡിയോ, മൈ വീഡിയോ, ഡെയിലി മോഷൻ എന്നിവ. ഇൻ്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ് യൂട്യൂബ്, യാഹൂ വീഡിയോ, മൈ വീഡിയോ, ഡെയിലി മോഷൻ. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ് ഗൂഗിൾ, യാഹൂ, ബിങ്, ആൾട്ടാവിസ്ത എന്നിവ. പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ് ഗൂഗിൾ, യാഹൂ, ബിങ്, ആൾട്ടാവിസ്ത എന്നിവ. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക് എന്നിവ. പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം, സഫാരി, എപ്പിക് എന്നിവ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്ത കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. 1995 ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ 2013 ആരംഭിച്ച എപ്പിക് ആണ്. ഏറ്റവും വേഗതയേറിയ ബ്രൗസറായ സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? ആപ്പിൾ. ഏറ്റവും വേഗതയേറിയ ബ്രൗസറായ സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ആപ്പിൾ ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഗൂഗിൾ ക്രോം ആണ്. പ്രധാന മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ്? ഒപ്പറ മിനി, ബ്ലാക്ക്ബെറി എക്സസ്, ഡോൾഫിൻ, യുസി ബ്രൗസർ എന്നിവ. പ്രധാന മൊബൈൽ ബ്രൗസറുകൾ ഏതെല്ലാമാണ്? ഒപ്പറ മിനി, ബ്ലാക്ക്ബെറി എക്സസ്, ഡോൾഫിൻ, യുസി ബ്രൗസർ എന്നിവ. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 13 വയസ്സ്. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 13 വയസ്സാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഏതാണ്? ഫേസ്ബുക്ക്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇൻ്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് ആരംഭിച്ച് 2004 ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡാണ്. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് വെബി അവാർഡാണ്. നൊബേൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്നത് ടൂറിംഗ് അവാർഡാണ്. നൊബേൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്നറിയപ്പെടുന്ന അവാർഡ് ടൂറിംഗ് അവാർഡാണ്. പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകളാണ് ഫേസ്ബുക്ക്, മീറ്റ് മീ, ട്വിറ്റർ, സ്കൈപ്പ്, ടെലഗ്രാം,
വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, വിക്കീസ്. പ്രധാന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസുകൾ ഏതെല്ലാമാണ്? ഫേസ്ബുക്ക്, മീറ്റ് മീ, ട്വിറ്റർ, സ്കൈപ്പ്, ടെലഗ്രാം, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, വിക്കീസ് എന്നിവയാണ്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ്. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് ആണ്. വാട്സാപ്പ് സ്ഥാപിച്ചവർ ജാൻ ഗ്രോമും ബ്രിയാൻ ആക്ടണുമാണ്. വാട്സാപ്പ് സ്ഥാപിച്ചത് ജാൻ ഗ്രോമും ബ്രിയാൻ ആക്ടണുമാണ്. ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചവർ കെവിൻ സിസ്ട്രോമാണ്. ഇൻസ്റ്റാഗ്രാം സ്ഥാപിച്ചത് കെവിൻ സിസ്ട്രോമാണ്. ടെലഗ്രാം സ്ഥാപിച്ചത് ആരൊക്കെയാണ്? പവൽ ഡുറോവും നിക്കോളൈ ഡുറോവും. ടെലഗ്രാം സ്ഥാപിച്ചത് പവൽ ഡുറോവും നിക്കോളൈ ഡുറോവുമാണ്. ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ നെക്സസ് ആണ്. ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസർ നെക്സസ് ആണ്. ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. ഇമെയിലിൻ്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെൻറ്റായി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ. ഇമെയിലിൻ്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെൻറ്റായി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ. ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ ആരാണ്? സബീർ ഭാട്ടിയ. ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ സബീർ ഭാട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഇൻ്റർനെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ്? ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ്. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർച്ചി. ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ആർച്ചിയാണ്. ഗൂഗിൾ എന്ന വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നാണ്? ഗൂഗോൾ. ഗൂഗിൾ എന്ന വാക്കുണ്ടായത് ഗൂഗോൾ എന്ന പദത്തിൽ നിന്നുമാണ്. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ബ്രെയിൻ. ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിനാണ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ഏതാണ്? ക്രീപ്പർ. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമായ അർപ്പാനെറ്റിൽ ബാധിച്ച ആദ്യ വൈറസ് ക്രീപ്പറാണ്. വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ്. വൈറസ് ബാധിച്ച ആദ്യ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ്. ആദ്യ മൊബൈൽ വൈറസ് ക്യാബിറാണ്. ആദ്യ മൊബൈൽ വൈറസ് ക്യാബിറാണ്. പ്രധാന കമ്പ്യൂട്ടർ വൈറസുകളാണ് AT&T വൈറസ്, ബ്ലാസ്റ്റർ, VOM, I ലവ് യു, നിംഡ, ഗപ്പി, സ്ലാമർ, മെലീസ. പ്രധാന കമ്പ്യൂട്ടർ വൈറസുകൾ ഏതൊക്കെയാണ്? AT&T വൈറസ്, ബ്ലാസ്റ്റർ, VOM, I ലവ് യു, നിംഡ, ഗപ്പി, സ്ലാമർ, മെലീസ. വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ആൻറ്റിവൈറസ്. വൈറസുകളെ നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ആൻറ്റിവൈറസ്. പ്രധാന ആൻറ്റിവൈറസുകളാണ് അവാസ്റ്റ്, AVG, കാസ്പറസ്കി, അവീറ, നോർട്ടൺ, ബിറ്റ് ഡിഫൻഡർ. പ്രധാന ആൻറ്റിവൈറസുകൾ ഏതൊക്കെയാണ്? അവാസ്റ്റ്, AVG, കാസ്പറസ്കി, അവീറ, നോർട്ടൺ, ബിറ്റ് ഡിഫൻഡർ എന്നിവയാണ്. ഇനി കുറച്ച് സ്ഥാപകരെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് പ്രധാനപ്പെട്ടത് നോക്കിപ്പോകാം. ഇമെയിൽ റേ ടോംലിൻസനാണ്. ഫേസ്ബുക്ക് മാർക്ക് സക്കർബർഗ് ആണ്. ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകർ സബീർ ഭാട്ടിയയും ജാക്ക് സ്മിത്തുമാണ്. ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബെയ്ക്കൂട്ടനാണ്. വിക്കിപീഡിയ ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ്. യൂട്യൂബിൻ്റെ സ്ഥാപകർ സ്റ്റീവ് ചെന്നും ചാഡ് ഹർലിയും ജവേദ് കരീമുമാണ്. ട്വിറ്ററിൻ്റെ സ്ഥാപകൻ ജാക്ക് ഡോർസിയാണ്.
അതുപോലെ വിക്കിലീക്സിൻ്റെ ജൂലിയൻ അസാഞ്ചാണ്. ആപ്പിളിൻ്റെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സാണ്. വാട്സപ്പിൻ്റെ സ്ഥാപകൻ ജാൻകോം ബ്രിയാൻ ആക്ടൺ ആണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ഥാപകൻ കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രൈഗറുമാണ്. 2 പേരുണ്ട്. നമ്മൾ നേരത്തെ ഒരാളുടെ പേരെ പറഞ്ഞുള്ളൂ, കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രൈഗറും ചേർന്നാണ് ഇൻസ്റ്റാഗ്രാം ആരംഭിച്ചത്. ടെലഗ്രാം സ്ഥാപിച്ചത് പവൽ ഡുറോവും നിക്കോളൈ ഡുറോവുമാണ്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാന. മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിലെ ആദ്യ ഈ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിലെ ആദ്യ ഈ സംസ്ഥാനം പഞ്ചാബാണ്. ഗവൺമെൻറ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. ഗവൺമെൻറ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് സീഡാക്കും സീഡിറ്റും. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് സീഡാക്കും സീഡിറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇൻ്റർനെറ്റ് പ്രൊവൈഡറാണ് സത്യം ഇൻഫോവ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ സത്യം ഇൻഫോവയാണ്. IT@ സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം ഏതാണ്? 2001. IT@ സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം 2001 ആണ്. IT@ സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റിയ വർഷം 2017 ആണ്. IT@ സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റിയ വർഷം 2017 ആണ്. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി കൈറ്റ് ആണ്. കൈറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി കൈറ്റാണ്. കൈറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. കൈറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പൂജപ്പുര. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് കൈറ്റിൻ്റെ ആസ്ഥാനം. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ഓട്ടോകാഡ് എന്നാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓട്ടോകാഡ്. ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്ന രാജ്യം സിംഗപ്പൂരാണ്. ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്ന രാജ്യം സിംഗപ്പൂരാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ IT പാർക്ക് ദി മുത്തൂറ്റ് ടെക്നോപോളിസ് ആണ്. കൊച്ചിയിലെ ദി മുത്തൂറ്റ് ടെക്നോപോളിസ് ആണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ IT പാർക്ക്. ഇന്ത്യയിൽ ഒരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ IT പാർക്ക് UL സൈബർ പാർക്കാണ്. കോഴിക്കോട് ജില്ലയിലെ UL സൈബർ പാർക്കാണ് ഇന്ത്യയിൽ ഒരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ IT പാർക്ക്. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റാണ് കോക്കോണിക്സ്. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റാണ് കോക്കോണിക്സ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ് കേരള സ്റ്റേറ്റ് IT മിഷനാണ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ് കേരള സ്റ്റേറ്റ് IT മിഷനാണ്. ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാട് ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാടാണ്. വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് GPS. GPS എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്. വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് GPS. GPS-ന് ബദലായി ഇന്ത്യ കൊണ്ടുവന്ന പദ്ധതിയായ IRNSSൻ്റെ പുതിയ പേര് നാവിക് എന്നാണ്. നാവിക് എന്നതിൻ്റെ പൂർണ്ണരൂപം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. GPS-ന് ബദലായി ഇന്ത്യ കൊണ്ടുവന്ന പദ്ധതിയായ IRNSSൻ്റെ പുതിയ പേര് നാവിക് എന്നാണ്. ഗൂഗിൾ എർത്തിന് സമാനമായ ISRO വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് സമാനമായി ISRO 2009 ഓഗസ്റ്റ് 19 വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണ് ഭുവൻ.
ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ബംഗളൂരുവാണ്. സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടിയാണ് വിദ്യാവാഹിനി. സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടിയാണ് വിദ്യാവാഹിനി. എഡ്യൂസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് വിക്ടേഴ്സ്. എഡ്യൂസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് വിക്ടേഴ്സ്. ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡിൻ്റെ പുതിയ CEO ആയി നിയമിതനായ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയാണ്. ആൽഫബറ്റ് ഇൻകോർപ്പറേറ്റഡിൻ്റെ പുതിയ CEO ആയി നിയമിതനായ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയാണ്. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ പേ എന്നാണ്. മൈക്രോസോഫ്റ്റ് മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ സത്യ നദല്ലയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ സത്യ നദല്ലയാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേര് ഗവേണൻസ് എന്നാണ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഗവേണൻസ് എന്നാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഒരുമ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഒരുമ. കേരള ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി സീഡിറ്റ് വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് കാവേരി. കേരള ഔദ്യോഗിക ഭാഷാ വകുപ്പിന് വേണ്ടി സീഡിറ്റ് വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് കാവേരി. കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടലാണ് കൃഷി. കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടലാണ് കൃഷി. സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനമാണ് ഐഡിയാസ്. സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനമാണ് ഐഡിയാസ്. PSC മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയറാണ് വാരം. വാരം എന്നതിൻ്റെ പൂർണ്ണരൂപം വേക്കൻസി അറൈസിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ്. PSC മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയറാണ് വാരം. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ. സെക്രട്ടേറിയറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് സെക്വാൻ്റെ പൂർണ്ണരൂപം. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ. 14 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാർ നെറ്റ്വർക്ക് ഏതാണ്? കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 14 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസാണ് സ്പാർക്ക്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസ് അറിയപ്പെടുന്നത് സ്പാർക്ക് എന്ന പേരിലാണ്. സ്പാർക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഫോർ കേരള എന്നാണ്. സ്പാർക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഫോർ കേരള എന്നാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡേറ്റാബേസിൻ്റെ പേരെന്താണ്? സ്പാർക്ക്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻ്റലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ്. വാട്സാപ്പിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര ഗാനം വർഷം എന്ന സിനിമയിലെ കൂട്ടുതേടി എന്ന ഗാനമാണ്. വാട്സാപ്പിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര ഗാനം വർഷം എന്ന സിനിമയിലെ കൂട്ടുതേടി എന്ന ഗാനമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂള് SKMJHSS കൽപ്പറ്റയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂള് SKMJHSS കൽപ്പറ്റയാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ-ഫോൺ. കേരള സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ-ഫോൺ. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ്. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ശകുന്തള ദേവി. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ സംസ്ഥാനം കേരളമാണ്. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ്. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ്. മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ പുഴ.com ആണ്. മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ്? പുഴ.com. മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം എന്ന നോവലാണ്. M. മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ.
ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. ഓൺലൈനിലൂടെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓൺലൈനിലൂടെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്ന സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച 2016 ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കിയാണ്. ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ്. ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ്. ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂറാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂരാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാട് പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവൽകൃത കളക്ടറേറ്റ് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ്. കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ അസംബ്ലി മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ്. കേരളത്തിലെ ആദ്യ PSC ഓഫീസ് കാസർഗോഡ് ജില്ലാ PSC ഓഫീസാണ്. കേരളത്തിലെ ആദ്യ PSC ഓഫീസ് കാസർഗോഡ് ജില്ലാ PSC ഓഫീസാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഋഗ്വേദമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള വേദം ഋഗ്വേദമാണ്. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് മലാല യൂസഫ്സായിയാണ്. സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് സമാധാന നോബൽ പുരസ്കാര ജേതാവായ മലാല യൂസഫ്സായിയാണ്. 1791 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ്. 1791 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ്. 1825 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ്. 1825 കൊൽക്കത്തയിൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച കോളേജ് വേദാന്ത കോളേജാണ്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. 1877 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. 1920 മുതൽ ഈ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതൻ സ്ഥാപിച്ച വർഷം 1901. ഈ ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം 1921. ശാന്തി നികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറിയ വർഷം 1921. 1916 മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല. 1916 മദൻ മോഹൻ മാളവ്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ച ആരാണ്? KM മുൻഷി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ 1882 ഹണ്ടർ കമ്മീഷനാണ്.
പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് ഡയറ്റ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടന ഏതാണ്? ഡയറ്റ്. ഡയറ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ്. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ഒരു വ്യക്തിയിലുള്ള പൂർണ്ണതയുടെ പൂർത്തീകരണമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? സ്വാമി വിവേകാനന്ദൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലുവാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞതാരാണ്? വീരേശലിംഗം പന്തലു. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞ ആരാണ്? രാജാറാം മോഹൻ റോയ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്ന ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്ര സംഘടന എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ലോക വിദ്യാർത്ഥി ദിനം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്ര സംഘടന ലോക വിദ്യാർത്ഥി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ പദ്ധതി. 1937 ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? വാർധ പദ്ധതി. വാർധ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. വാർധ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആരാണ്? മഹാത്മാഗാന്ധി. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. DPEP അഥവാ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന പദ്ധതി നിലവിൽ വന്നത് 1994 DPEP നിലവിൽ വന്നത് 1994 പിന്നീട് 2001 ഈ DPEP SSAയുമായി ലയിക്കുകയുണ്ടായി. 2001 SSA നിലവിൽ വന്നപ്പോൾ DPEP SSAയുമായി സർവ്വശിക്ഷാ അഭിയാനുമായി ലയിച്ചു. 5 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ. ദേശീയ ബാലഭവൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 5 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ ബാലഭവൻ, ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് 1835 സ്ഥാപിതമായ കൊൽക്കത്ത മെഡിക്കൽ കോളേജാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് 1835 സ്ഥാപിച്ച കൊൽക്കത്ത മെഡിക്കൽ കോളേജാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് 1879 കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബെദുൻ കോളേജാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് 1879 കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബെദുൻ കോളേജാണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂണാണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂണാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രൈമറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല 1857 സ്ഥാപിതമായ കൊൽക്കത്ത സർവകലാശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല 1857 സ്ഥാപിതമായ കൊൽക്കത്ത സർവകലാശാലയാണ്. സ്വന്തമായി റേഡിയോ നിലയം ഉള്ള സർവകലാശാല ഏതാണ്? ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാല. സ്വന്തമായ റേഡിയോ നിലയമുള്ള സർവകലാശാല ഗുജറാത്തിലെ സർദാർ പട്ടേൽ സർവകലാശാലയാണ്. ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1982 സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1982 സ്ഥാപിതമായ ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഇഗ്നോ എന്ന പേരിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇഗ്നോ സ്ഥാപിതമായത് 1985 സെപ്റ്റംബർ 20 ഇഗ്നോ സ്ഥാപിതമായത് 1985 സെപ്റ്റംബർ 20 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇഗ്നോയുടെ വൈസ് ചാൻസലറായ ആദ്യ മലയാളി ആരാണ്?
VN രാജശേഖരൻ പിള്ള. ഇഗ്നോയുടെ വൈസ് ചാൻസലറായ ആദ്യ മലയാളി VN രാജശേഖരൻ പിള്ളയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. കേരളത്തിലെ ഇഗ്നോയുടെ മേഖലാ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. കേരളത്തിലെ ഇഗ്നോയുടെ മേഖലാ ആസ്ഥാനം കൊച്ചിയാണ്. ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യ കൽപ്പിത സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യ വികലാംഗർക്കായുള്ള സർവകലാശാല ഏതാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാല, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ വികലാംഗർക്കായുള്ള സർവകലാശാല ഉത്തർപ്രദേശിലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ വികലാംഗ സർവകലാശാലയാണ്. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ്. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർവകലാശാലകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അലി സഹോദരന്മാർ, ഡോക്ടർ സക്കീർ ഹുസൈൻ, MM അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ 1920 ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. അലി സഹോദരന്മാർ, ഡോക്ടർ സക്കീർ ഹുസൈൻ, MM അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ 1920 ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ നയം 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ നയം 1986 ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച ആരാണ്? രാജീവ് ഗാന്ധി. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ സാർജൻറ്റ് കമ്മീഷനാണ്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ സാർജൻറ്റ് കമ്മീഷനാണ്. റെയിൽവേ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ വഡോദരയിലാണ്. റെയിൽവേ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് വഡോദര, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ യോഗ സർവകലാശാല സ്ഥാപിതമായത് ലാക്കുലിഷ് യോഗ സർവകലാശാലയാണ്. അത് അഹമ്മദാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ യോഗ സർവകലാശാലയുടെ പേരെന്താണ്? ലാക്കുലിഷ് യോഗ സർവകലാശാല. ഇത് സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്. സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. സ്കൂളുകളിലും കോളേജുകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10. ലോക ഹിന്ദി ദിനം ജനുവരി 10 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5 നമ്മൾ പറഞ്ഞു. ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ 8. ദേശീയ ഹിന്ദി ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയുടെ ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം അടുത്ത കൃത്യം 1 മാസം കഴിഞ്ഞ് ഒക്ടോബർ 5. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. അന്തർദേശീയ വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് നവംബർ 17. അന്തർദേശീയ വിദ്യാർത്ഥി ദിനമെന്നാണ് നവംബർ 17. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രമാണ് കാന്തളൂർ ശാല. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ്? കാന്തളൂർ ശാല. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മട്ടാഞ്ചേരി സ്കൂളാണ്. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷം ഏതാണ്? 1952.
കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷം 1952 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1968 മാർച്ച് 15 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1968 മാർച്ച് 18 കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. കേരളത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം 2005 കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? പ്രൊഫസർ ഖാദർ കമ്മിറ്റി. കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവയുടെ ഏകീകരണത്തിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി പ്രൊഫസർ ഖാദർ കമ്മിറ്റിയാണ്. കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടമാണ്. കേരളത്തിൽ സൈനിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടമാണ്. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജാണ്. കോട്ടയം ജില്ലയിൽ 1817 സ്ഥാപിതമായ CMS കോളേജാണ് കേരളത്തിലെ ആദ്യ കോളേജ്. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ്. മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. മധ്യ കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറവും ഏറ്റവും കുറവ് സ്കൂളുകളുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസിക വിദ്യാസംഗ്രഹമാണ്. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസിക വിദ്യാസംഗ്രഹമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. 1951 സ്ഥാപിതമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്ന വർഷം 1937. കേരളത്തിലെ ആദ്യ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് 1937. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർ CP രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം 1957. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല ആയ വർഷം 1957. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ നിലവിൽ വന്ന സർവകലാശാല കേരള സർവകലാശാലയാണ്. കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി സർവകലാശാല നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി സർവകലാശാല നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ആ സർവകലാശാലയുടെ പേര് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നാണ്. കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ ഡിജിറ്റൽ സർവകലാശാല തിരുവനന്തപുരത്തെ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ്. കുസാറ്റ് അല്ലെങ്കിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കുസാറ്റ് അതിൻ്റെ മറ്റൊരു പേരാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല കോട്ടയം ജില്ല ആസ്ഥാനമാക്കിയുള്ള മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? മഹാത്മാഗാന്ധി സർവകലാശാല. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ് ആണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു ജാൻസി ജെയിംസ്.
കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ജാൻസി ജെയിംസ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ്. എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ന്യൂവാൽസ് ആണ്. കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല ന്യൂവാൽസ് ആണ്. ന്യൂവാൽസിൻ്റെ ചാൻസലർ ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ന്യൂവാൽസിൻ്റെ ചാൻസലർ. ന്യൂവാൽസിൻ്റെ ചാൻസലർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിനായി സ്ഥാപിതമായ സർവകലാശാല ഏതാണ്? APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. തിരുവനന്തപുരം ആസ്ഥാനമായി 2014 മെയ് 21 സ്ഥാപിതമായ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ വിദ്യാഭ്യാസ വികസനത്തിനായി സ്ഥാപിതമായ സർവകലാശാലയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല നിലവിൽ വന്നത് 2012 നവംബർ 1 തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല നിലവിൽ വന്നത് 2012 നവംബർ 1 മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂറുള്ള തുഞ്ചൻ പറമ്പാണ്. മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ. മലയാള ഭാഷയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ കേന്ദ്രം നിലവിൽ വരുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ K. ജയകുമാർ. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ K. ജയകുമാറാണ്. കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്ന ജില്ല കൊല്ലമാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയാണ്. കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ്. കേരളത്തിലെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലം സ്ഥാപിതമായത് 1930 ആരാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആയത് എന്നാണ്? 2007 ജൂൺ 18. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി മാറിയത് 2007 ജൂൺ 18. മലയാള സർവകലാശാലയുടെ പ്രമാണവാക്യം എന്താണ്? ശ്രേഷ്ഠം മലയാളം. മലയാള സർവകലാശാലയുടെ പ്രമാണവാക്യം ശ്രേഷ്ഠം മലയാളം എന്നതാണ്. കേരളത്തിലെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ എപ്പോഴും ആരായിരിക്കും? ഗവർണറാണ്. കേരളത്തിലെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറായിരിക്കും. കേരളത്തിലെ അക്കാദമിക് സർവകലാശാലയുടെ പ്രോ ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഇപ്പോൾ നിലവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവാണ്. കേരളത്തിലെ അക്കാദമിക് സർവകലാശാലയുടെ പ്രോ ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആരോഗ്യ സർവകലാശാലയുടെ പ്രോ ചാൻസലർ ആരായിരിക്കും? ആരോഗ്യമന്ത്രിയാണ്. അതുപോലെ ഫിഷറീസ് സർവകലാശാലയുടെ പ്രോ ചാൻസലർ ഫിഷറീസ് മന്ത്രിയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷി മന്ത്രിയുമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പെന്നും. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നുമാണ്. കേരളത്തിൽ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. കേരളത്തിൽ ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? പൂക്കോട്, വയനാട്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം വയനാട് ജില്ലയിലെ പൂക്കോടാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ പനങ്ങാട്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം കാസർഗോഡാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം.
കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ സർവകലാശാലയായ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ്. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളികൊഞ്ചൽ. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളികൊഞ്ചൽ. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ക്ലാസ് റൂം ലൈബ്രറി ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ക്ലാസ് റൂം ലൈബ്രറി ജില്ല തിരുവനന്തപുരമാണ്. സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ്. സമഗ്ര ശിക്ഷ കേരള ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 93.91%. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 93.91%. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1988. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയമാണ്. കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമായി പ്രഖ്യാപിച്ചത് 1989. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് 1990. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991 ഏപ്രിൽ 18 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ച് ചേലക്കാടൻ ആയിഷയാണ്. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991 ഏപ്രിൽ 18 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് വെച്ച് ചേലക്കാടൻ ആയിഷയാണ്. കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ്? 1993 ജൂലൈ 4. കേരളത്തെ സമ്പൂർണ്ണ ആദിവാസി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1993 ജൂലൈ 4. സാക്ഷരതാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ്? കോട്ടയം. സാക്ഷരതാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ല കോട്ടയമാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടുമാണ്. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടുമാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നെടുമുടി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ മുനിസിപ്പാലിറ്റി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ വില്ലേജ് ഏതാണ്? പോത്താനിക്കാട്. എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് വില്ലേജാണ് 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ വില്ലേജ്. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ പഞ്ചായത്താണ്. 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂറാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ ആദ്യ പട്ടണം ചങ്ങനാശ്ശേരിയാണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ ആദ്യ പട്ടണം ചങ്ങനാശ്ശേരിയാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ നിയമസാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ ചെറിയനാടാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ മാവൂറാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ മാവൂറാണ്. എറണാകുളത്തെ പൂർണ്ണ സാക്ഷരതാ ജില്ലയാക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ്.
എറണാകുളത്തെ പൂർണ്ണ സാക്ഷരതാ ജില്ലയാക്കാനുള്ള പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് എന്നായിരുന്നു. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2016 ജനുവരി 13 ഈ ഒരു പ്രഖ്യാപനമുണ്ടായത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇത് പ്രഖ്യാപിച്ച് 2016 ജനുവരി 13 സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല കണ്ണൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ്. ഏതു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചത്? അതുല്യം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്ന ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളത്തിന് ലഭിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായതെന്നാണ്? 1962. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകൃതമായത് 1962 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യം ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ കെ ഭാസ്കരൻ നായർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ കെ ഭാസ്കരൻ നായരാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി KG അടിയോടിയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്ഥാപക സെക്രട്ടറി KG അടിയോടിയാണ്. കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? മങ്കര. പാലക്കാട് ജില്ലയിലെ മങ്കര ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരത നേടിയ പഞ്ചായത്ത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി അഥവാ KSLMA നിലവിൽ വന്നത് എന്നാണ്? 1998. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നിലവിൽ വന്നത് 1998. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? അക്ഷര കൈരളി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖപത്രമാണ് അക്ഷര കൈരളി. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യറാണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 5.5 ലക്ഷം പദ്ധതിയിലൂടെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണ്? ബി കാർത്യായനി അമ്മ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ അക്ഷരലക്ഷം പദ്ധതിയിലൂടെ 4ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ബി കാർത്യായനി അമ്മയാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ബി കാർത്യായനി അമ്മ. 2019 കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി ആയ മലയാളി വനിത ആരാണ്? ബി കാർത്യായനി അമ്മ. ബി കാർത്യായനി അമ്മയുടെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനടുത്ത് ചേപ്പാട് എന്ന സ്ഥലമാണ്. 2019 കോമൺവെൽത്ത് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിത ബി കാർത്യായനി അമ്മയാണ്. ഭിന്നലിംഗക്കാരുടെ തുടർ പഠനത്തിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമന്വയ. ഭിന്നലിംഗക്കാരുടെ തുടർ പഠനത്തിനായുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമന്വയ. അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി കേരള സാക്ഷരതാ മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതി ഏതാണ്? ചങ്ങാതി. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കേരള സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലാണ് സമഗ്ര. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കേരള സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലാണ് സമഗ്ര. പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മലയാളം ഭാഷ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള
സർവശിക്ഷ പദ്ധതിയാണ് മലയാള തിളക്കം. പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള മലയാളം ഭാഷ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേരെന്താണ്? മലയാള തിളക്കം. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ധനുസ്. കേരളത്തിലെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് അവസരം ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ധനുസ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.